ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം വെളിപാട് ഗ്രന്ഥത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപാട് 10-ാം അധ്യായം നമ്മൾ വിചിന്തന വിഷയമാക്കി. ഇന്നേ ദിവസം നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വെളിപാട് 11:1 മുതലുള്ള വാക്യങ്ങൾ. ദണ്ഡ് പോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു. എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. വെളിപാട് 11-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. വെളിപാട് 11-ഉം 12-ഉം അധ്യായങ്ങൾ ഈ ഗ്രന്ഥത്തിൻ്റെ തന്നെ കേന്ദ്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ 2 അധ്യായങ്ങൾ തമ്മിൽ ഒത്തിരിയേറെ സമാനതകൾ, അവ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഗ്രന്ഥത്തിൽ വരുന്ന ചില സമയസൂചനകൾ അത് ഈ 2 ഭാഗത്ത് മാത്രം പ്രധാനമായിട്ട് കാണുന്നവയാണ്. ഉദാഹരണത്തിന് 42 മാസം, 1260 ദിവസം, 3.5 വർഷം, സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും തുടങ്ങിയവ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ വിശദമാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേറെയും ചില പ്രയോഗങ്ങൾ. നമ്മൾ 12-ാം അധ്യായത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെ കാണുന്നുണ്ട്. ആ ഒരു പ്രയോഗത്തിന് സമാനമായിട്ട് 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ ചാക്കുവസ്ത്രം ധരിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി 11-ാമത്തെ അധ്യായത്തിൽ കാണുന്ന 2 പ്രവാചകരുടെ സാക്ഷ്യം, അത് 12-ാമത്തെ അധ്യായത്തിൽ ആ സ്ത്രീയുടെ വിവരണത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സ്ത്രീ ജന്മം നൽകുന്ന ശിശു അത് യഥാർത്ഥത്തിൽ യേശുവിനെ ലോകത്തിന് നൽകുന്നതിൻ്റെ പ്രതീകമാണ്. അതുതന്നെയാണല്ലോ 2 പ്രവാചകന്മാർ സാക്ഷ്യം നൽകുക എന്ന് പറയുന്നതിൻ്റെയും അർത്ഥം. പിന്നെ അതുപോലെ തന്നെ 11-ാമത്തെ അധ്യായത്തിൽ പാതാള ഗർത്തത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് തിന്മയുടെ പ്രതീകമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഭീകരമായിട്ടുള്ള വിവരണങ്ങൾ, ദൃശ്യങ്ങൾ 12-ഉം പിന്നെ തുടർന്നുള്ള അധ്യായങ്ങളും കാണുന്നു. സ്വർഗത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെ കാണുന്ന പോലെ തന്നെ ഒരു സർപ്പത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ 2 അധ്യായങ്ങൾ തമ്മിൽ ഒത്തിരിയേറെ ബന്ധങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 അധ്യായങ്ങൾ നമ്മൾ വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഇതിലുള്ള ആശയങ്ങൾ ആരാധന സമൂഹത്തിന് വളരെ വിലയേറിയ സന്ദേശങ്ങൾ തന്നെയാണ് നൽകുന്നത്. നമുക്ക് 1-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദണ്ഡ് പോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു. എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ഒരു മുഴക്കോൽ നൽകപ്പെടുന്നു. നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ പ്രവാചക വിളിയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇപ്പോൾ അനേകം ജനതകളെയും ഭാഷകളെയും കുറിച്ച് പ്രവചിക്കുക എന്നുള്ള ഒരു ദൗത്യം പ്രവാചകന് കൊടുക്കുക നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ 11-ാം അധ്യായത്തിൽ ഈ വാക്യം നമ്മൾ കാണുക. അപ്പോൾ അവിടെ ആരംഭത്തിൽ തന്നെ ഒരു മുഴക്കോലിനെ കുറിച്ചുള്ള ഒരു സൂചന. ഇപ്പോൾ മുഴക്കോലിനെ കുറിച്ചുള്ള സൂചന നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. ദേവാലയത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു.
അവൻ്റെ കയ്യിലിരുന്ന അളവുകോലിൻ്റെ നീളം 6 നീണ്ട മുഴമായിരുന്നു. അതായത് ഒരു സാധാരണ മുഴവും ഒരു കൈപ്പത്തിയുടെ വീതിയും കൂടിയ നീളം. അവൻ ഭിത്തിയുടെ കനം അളന്നു. തുടർന്ന് അളക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ ആ അളവുകോലിനെക്കുറിച്ചുള്ള സൂചന അപ്പോൾ അളക്കുവാനായിട്ട് കൊടുക്കപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ അളക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളത് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ അളക്കുവാൻ ആയിട്ടുള്ള അനുവാദം കൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നത് അത് ക്രിസ്തുവാകാം. കാരണം നൽകപ്പെട്ടു എന്നുള്ള ആ ഒരു പ്രയോഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ്. പാസീവ് വോയിസ് അത് പലപ്പോഴും കർമ്മണി പ്രയോഗം അത് പലപ്പോഴും സൂചിപ്പിക്കുന്നത് അത് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു കൽപ്പനയാണ്, ഒരു വിളിയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു മുഴക്കോല് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പറയുന്നു, ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. അപ്പോൾ അളക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അപ്പോൾ അളക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ആർക്കാണ് അളക്കുവാനായിട്ട് അനുവാദമുള്ളത്. നമ്മളൊരു വസ്തു അളക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉടമസ്ഥന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അളക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഉടമസ്ഥൻ്റെ ഇതാണ് എന്ന് സ്ഥാപിക്കുക തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും ഒക്കെ അളക്കുക. ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആലയം എന്നുള്ള ആ ഒരു സൂചന അത് നവോസ് എന്ന് പറയുന്നത് അത് ജെറൂസലം ദേവാലയം എന്നതിനേക്കാൾ അത് ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തെ സൂചിപ്പിക്കുന്നതാകാം. ഇപ്പോൾ ഇവിടെ ആലയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ വെളിപാട് എഴുതപ്പെട്ട കാലത്ത് ദേവാലയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്കറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ജെറൂസലം ദേവാലയം അത് പണി കഴിപ്പിച്ചത് സോളമൻ രാജാവാണ്. ഇപ്പോൾ സോളമൻ രാജാവ് പണിത ആ ഒരു ദേവാലയം യഹൂദ സമൂഹത്തിൻ്റെ അവരുടെ ആ ഒരു അസ്തിത്വത്തിൻ്റെ തന്നെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏകദൈവത്തിലുള്ള വിശ്വാസമാണല്ലോ ഇസ്രായേൽ ജനതയെ മുഴുവൻ ഒന്നിപ്പിച്ചത്. അപ്പോൾ ആ ദൈവത്തെ ആരാധിക്കുന്ന ഏക സ്ഥലമായിരുന്നു ഈ ജെറൂസലം ദേവാലയം. പിന്നീടത് അവരുടെ വലിയൊരു മത രാഷ്ട്രീയ സംവിധാനങ്ങളുടെയൊക്കെ ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറി. പക്ഷേ അത് കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് നശിപ്പിക്കപ്പെടും നമ്മൾ കാണുന്നുണ്ട്. BC 586 നെബുക്കദ്നേസർ ഈ ഒരു ദേവാലയം അത് നശിപ്പിച്ചു കഴിഞ്ഞ് പിന്നീട് ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് ശേഷം 516 സൈറസ് ചക്രവർത്തിയുടെ കാലത്താണ് അത് വീണ്ടും അത് പുനരുദ്ധരിക്കുവാനായിട്ട് അനുവാദം നൽകപ്പെടുന്നത്. ഇപ്പോൾ സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ അത് വീണ്ടും വീണ്ടും പണിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പിന്നീട് കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അവിടെ അഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ നടമാടുന്നത് നമ്മൾ കാണുന്നുണ്ട്. AD പിന്നീട് അന്ത്യോക്യസ് 4 കാലത്ത് ഈ ദേവാലയം അശുദ്ധമാക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. അത് നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് BC 20 ആകുമ്പോൾ ഈ ദേവാലയം ഹെറോദസ് പുനർനിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ദേവാലയം ഹെറോദസിൻ്റെ കാലത്ത് പുനർനിർമ്മിച്ചതാണ്. പിന്നീട് AD 70 റോമക്കാരുടെ ആ കാലത്ത് ആ റോമൻ സൈന്യ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ ആ ദേവാലയം അത് വീണ്ടും നാമാവശേഷമാക്കുന്നു. അപ്പോൾ വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ട ആ സമയത്ത് ഇവിടെ ജെറൂസലം ദേവാലയം ഇല്ല. അങ്ങനെയെങ്കിൽ ഈ ആലയത്തെ അളക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്തായിരിക്കും? അത് ആ ജെറൂസലം ദേവാലയത്തെ അല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആലയത്തെ അളക്കുക എന്ന് പറയുമ്പോൾ ആലയം എന്തായിരിക്കും ഇവിടെ അർത്ഥമാക്കുക? ദൈവത്തിൻ്റെ ആലയം എന്നത് ദേവാലയമല്ല. നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഒരു
സുപ്രധാനമായിട്ടുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ വിശ്വാസികൾ ആരാധന സമൂഹത്തെ ദേവാലയത്തിലെ സ്തംഭങ്ങളോടാണ് ഉപമിക്കുന്നത്. അപ്പോൾ ദേവാലയത്തിലെ സ്തംഭങ്ങളാണ് വിശ്വാസികൾ. അങ്ങനെയെങ്കിൽ ഇവിടെ ആലയം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സൂചന എടുക്കുകയാണെങ്കിൽ അത് ആരാധന സമൂഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചില പറയും ആരാധന നടക്കുന്ന ആ ദേവാലയത്തിന് സമാനമായിട്ട് ഭൂമിയിൽ ആരാധന നടക്കുന്ന ഒരു സമൂഹമാണ് ഈ ഭൂമിയിലുള്ള ആരാധന സമൂഹം എന്ന് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും. അപ്പോൾ സ്വർഗീയ ആരാധനയ്ക്ക് സമാനമായിട്ട് ഭൂമിയിൽ യഥാർത്ഥ ആരാധന നടക്കുന്ന സ്ഥലം അത് ജെറൂസലം, പഴയ ജെറൂസലം ദേവാലയമല്ല, അത് ആരാധന സമൂഹം തന്നെയാണ്. അപ്പോൾ ഇവിടെ ആലയവും ബലിപീഠവും പിന്നെ അവിടെ ആരാധിക്കുന്നവരുമെല്ലാം ആ പ്രതീകങ്ങളെല്ലാം അത് ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സഭയെ ദൈവത്തിൻ്റെ ആലയമായിട്ട് ഉപമിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. 1 കോരിന്തോസ് 3-ാമത്തെ അധ്യായത്തിൽ 16-17 വാക്യങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ പുതിയ നിയമത്തിൽ സഭയെ ദൈവത്തിൻ്റെ ആലയത്തോട് ഉപമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ തന്നെയാണ് നാം ഇവിടെ കാണേണ്ടത്. അപ്പോൾ ആലയം എന്നത് ദൈവിക ആരാധന നടക്കുന്ന സഭ തന്നെയാണ് എന്ന് പറയാം. ഇവിടെ ഇത് സ്വർഗീയ ആരാധന നടക്കുന്ന സ്ഥലമല്ല, ഭൗമിക ആരാധന നടക്കുന്ന ആ ആരാധന സമൂഹം തന്നെയാണ്. അപ്പോൾ യോഹന്നാൻ ഇവിടെ ഈ ഒരു സൂചനയിൽ ആരാധന സമൂഹത്തെ തന്നെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ആരാധന സമൂഹത്തെ ആണ് അളക്കുക. ഇനി അളക്കുക എന്നതിൻ്റെ അർത്ഥം അത് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്കൊന്ന് കാണാം. അളക്കുക എന്നതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. വീണ്ടെടുക്കുന്നതിൻ്റെ ഒരു ആശയം അവിടെയുണ്ട്. പുനരുദ്ധരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അത് വിധിയെ സൂചിപ്പിക്കാം. പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലും ഒക്കെ അതിനുള്ള സൂചനകളുണ്ട്. പിന്നെ 2 സാമുവേൽ 8:2 വിധിയെ സൂചിപ്പിക്കും. അപ്പോൾ അളക്കുക എന്ന് പറയുമ്പോൾ അത് ആ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ്. 2 സാമുവേൽ 8:2 നമുക്കൊന്ന് വായിക്കാം. അവൻ മോവാബ്യരെ തോൽപ്പിച്ചു, അവരെ നിലത്ത് കിടത്തി ചരട് കൊണ്ട് അളന്നു, 2 ഭാഗത്തെ കൊന്നു, 1 ഭാഗത്തെ വെറുതെ വിട്ടു. അപ്പോൾ അളക്കുക എന്നുള്ള ആ ഒരു പ്രതീകം ഇവിടെ അവരുടെ മേൽ നടപ്പാക്കുന്ന വിധിയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ അളക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം വന്നത്? ആലയത്തെ അളക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അളക്കുക എന്ന് പറയുന്നത് സ്വന്തമെന്ന് സ്ഥാപിക്കുന്നതിൻ്റെ, പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ആരാധന സമൂഹം ദൈവത്തിന് സ്വന്തമാണ് എന്ന പ്രഖ്യാപനം തന്നെയാണത്. നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ നെറ്റിയിൽ മുദ്ര പതിപ്പിക്കുന്നതിനെ കുറിച്ച് കണ്ടു. അപ്പോൾ നെറ്റിയിൽ മുദ്ര പതിപ്പിക്കപ്പെട്ടവർ അവർ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ആശയം തന്നെയാണ് നമ്മൾ ഇവിടെ കാണുക. ഇനി ഈ മുദ്ര പതിപ്പിച്ച് സ്വന്തമാക്കുക അല്ലെങ്കിൽ അളന്ന് സ്വന്തമാക്കുക എന്നൊക്കെ പറയുന്നതിന് സമാനമായിട്ടുള്ള ആശയങ്ങൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ സമൂഹങ്ങളിലൊക്കെ നമ്മൾ വളരെയേറെ കാണാറുണ്ട്. ഉദാഹരണത്തിന് ക്ഷേത്രങ്ങൾ പലപ്പോഴും അഭയകേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് ഓടി ചെന്ന് കഴിഞ്ഞാൽ അവരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അന്നുണ്ടായിരുന്ന അലിഖിത നിയമം. അതുകൊണ്ട് തന്നെ യുദ്ധകാലത്ത് പട്ടാളക്കാർക്ക് ഈ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇനി ജെറുസലം ദേവാലയത്തിൽ ഉള്ള ബലിപീഠത്തിലുള്ള കൊമ്പുകളെക്കുറിച്ചുള്ള സൂചനയുണ്ട്. ആരെയെങ്കിലും കൊല്ലാനായിട്ട് ഓടിച്ചിടുകയാണെങ്കിൽ അവൻ വന്ന് ഈ ദേവാലയത്തിലെ ബലിപീഠത്തിലെ ആ കൊമ്പുകളിൽ പിടിക്കുകയാണെങ്കിൽ അവനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സംരക്ഷണത്തിൻ്റെ, അഭയത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് നൽകുന്ന സംരക്ഷണം തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ
ഒന്നാമത്തെ വാക്യത്തിൽ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക എന്ന് പറയുമ്പോൾ അത് ആ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സംരക്ഷണം തന്നെയാണ് എന്ന് നമ്മളിവിടെ കാണുന്നു. ഇനി തുടർന്ന് നമ്മൾ കാണുന്നു അടുത്ത വാക്യം, ദേവാലയത്തിൻ്റെ പുറംമുറ്റം ഒഴിച്ചിടുക, അത് അളക്കേണ്ട, അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരം ചവിട്ടി മെതിക്കും. പുറം മുറ്റം അത് ഒഴിച്ചിടുക. അപ്പോൾ ആലയത്തിൻ്റെ ബലിപീഠവും ഒക്കെ അവിടെ ആരാധിക്കുന്നവരെയൊക്കെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നു അതിൻ്റെ പുറംമുറ്റം ഒഴിച്ചിടുക. അപ്പോൾ പുറംമുറ്റം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിൽ വിജാതിയർക്ക് പ്രവേശനമുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഒഴിച്ചിടുക എന്ന് പറയുമ്പോൾ എന്തിനർത്ഥമാക്കുക? പുറംമുറ്റം എന്നത് ഇവിടെ പൊതുവെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇത് പരീക്ഷയിൽ ഉൾപ്പെടുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ആ സഭയെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഈ പുറമറ്റം എന്ന് പറയുന്നത് അത് വഴിതെറ്റിപ്പോയ സമൂഹത്തെ സൂചിപ്പിക്കുന്നതാണ്, അതുമല്ലെങ്കിൽ വ്യാജ ആരാധനയിൽ ഏർപ്പെടുന്ന സമൂഹത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ അതായിരിക്കില്ല ഇവിടെ സാധ്യത. കാരണം ഇവിടെ പുറംമുറ്റം ഒഴിച്ചിടുക, പിന്നീട് പറയുന്നത് ആ വിശുദ്ധ നഗരം ചവിട്ടി മെതിക്കപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഈ രണ്ടും ചേർന്ന് പോകണമെങ്കിൽ ഇത് ഈ സമൂഹത്തെ ആരാധന സമൂഹമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പോഴിവിടെ ഈ വിശുദ്ധ നഗരം ചവിട്ടി മെതിക്കപ്പെടും. അപ്പോൾ അവർ വിജാതീയ സമൂഹമാണെങ്കിൽ പിന്നെ അവരെ എന്തിനാണ് വിജാതീയർ വീണ്ടും അവരെ ചവിട്ടി മെതിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ ഇത് ആരാധന സമൂഹം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ഈ വിശുദ്ധ നഗരം ചവിട്ടി മെതിക്കപ്പെടും. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം അത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം തന്നെയാണ്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആരാധനാലയം, ജെറുസലേം ദേവാലയം അത് അശുദ്ധമാക്കപ്പെടുന്നത്, ചവിട്ടി മെതിക്കപ്പെടുന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 8-ാമത്തെ അധ്യായത്തിൽ, ദാനിയേലിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, ദാനിയേൽ 8:10 ഞാൻ വായിക്കാം. അത് ആകാശ സൈന്യത്തോളം വളർന്നു വലുതായി, നക്ഷത്ര വ്യൂഹങ്ങളിൽ ചിലതിനെ കുത്തിവീഴ്ത്തി ചവിട്ടി മെതിച്ചു. അത് ആകാശ സൈന്യത്തിൻ്റെ അധിപന് വെല്ലുവിളിക്ക് പോലും ചെയ്തു. അവിടുത്തെ നിരന്തര ബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു. ഇപ്പോൾ ജെറുസലേം ദേവാലയം അശുദ്ധമാക്കപ്പെടുന്ന അന്തിയോക്കസ് 4-ാമൻ്റെ കാലത്ത് അശുദ്ധമാക്കപ്പെടുന്നതിൻ്റെ ആ സൂചനയുടെ പശ്ചാത്തലത്തിലാണ് വെളിപാട് ഗ്രന്ഥത്തിൽ ഉള്ള ഈ ഒരു ചിത്രം. നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള ചില സൂചനകൾ പഴയ നിയമത്തിൽ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, അത് ഹീബ്രു പതിപ്പിലല്ല, അതിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ ഇപ്രകാരമാണ് അത് പറയുന്നത്: കർത്താവിൻ്റെ ദിനത്തിൽ ജനതകൾ ഇസ്രായേലിനെ ചവിട്ടി മെതിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൂക്കാ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ റോമക്കാർ വിശുദ്ധ നഗരം ചവിട്ടി മെതിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് AD 70 ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നതിൻ്റെ ആ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു വിവരണം തന്നെയാണ്. അപ്പോൾ ഇവിടെ ചവിട്ടി മെതിക്കുക എന്ന് പറയുമ്പോൾ ഈ നഗരം കീഴടക്കുന്നതും അല്ലെങ്കിൽ അവിടെയുള്ള രാഷ്ട്രീയ മേൽക്കോയ്മയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രതീകാത്മകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് വിശുദ്ധർ അല്ലെങ്കിൽ ആരാധന സമൂഹം കടന്നു പോകുന്ന ആ സഹനങ്ങൾ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്ത് ആലയത്തിൽ കൊടുക്കുന്ന സംരക്ഷണമുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ കാണുന്ന അവർ സഹനത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ പ്രവാചകർക്ക് ലഭിക്കുന്ന വിളിയിൽ പ്രവാചകന് കൊടുക്കുന്ന ചുരുളിനെക്കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. അത് വായിൽ മധുരിക്കുകയും ഉദരത്തിൽ അത് കയ്പായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ മധുരിക്കുന്ന അനുഭവവും അതുപോലെ തന്നെ കയ്പേറിയ അനുഭവങ്ങളും ആരാധന സമൂഹത്തിൻ്റെ ജീവിതത്തിലുള്ള 2 അനുഭവങ്ങൾ.
അതുതന്നെയാണ് ഇവിടെയും ഉള്ളത്. അവർക്ക് ലഭിക്കുന്ന സംരക്ഷണം, അതുപോലെ തന്നെ അവർ കടന്നു പോകുന്ന ആ സഹനത്തിൻ്റെ നാളുകൾ. ഇനി ഇവിടെയുള്ള അതിപ്രധാനമായിട്ടുള്ള വേറെ ഒരു സൂചന, ഇവർ എത്ര നാളാണ് ഇവർ ചവിട്ടി മെതിക്കപ്പെടുക? 42 മാസം. ഈ 42 മാസത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായിട്ട് കാണാം. ഇപ്പോൾ 42 മാസത്തേക്ക് ചവിട്ടി മെതിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയുന്നത് ഇത് ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ്, വളരെ ക്ലിപ്തമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്, ഹ്രസ്വമായിട്ടുള്ള ഒരു കാലഘട്ടം. അപ്പോൾ അതായത് ഒരു പരിധിയില്ലാത്ത, ഒരു അന്ത്യമില്ലാത്ത നാളുകളെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. അപ്പോൾ ഒരു വളരെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വളരെ നിശ്ചിതമായിട്ടുള്ള ഒരു കാലഘട്ടം മാത്രമാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി 42 മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം 30 ദിവസമായിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര ദിവസമായിരിക്കും? 1260 ദിവസം. അതുപോലെ 42 മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷമായിരിക്കും? 12 12 24, പിന്നെ 36, 6, 42, അതായത് 3.5 വർഷം. ഇപ്പോൾ ഈ അധ്യായങ്ങളിൽ 11, 12 അധ്യായങ്ങളിൽ സൂചിപ്പിക്കപ്പെടുന്ന 42 മാസം, 1260 ദിവസം, 3.5 വർഷം. പിന്നെ അതുപോലെ തന്നെ ഉള്ള വേറൊരു സൂചനയാണ് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെ, അത് 3.5 വർഷം തന്നെയാണ്. അപ്പോൾ ഈ 3.5 വർഷം എന്ന് പറയുന്നത് അത് ആ ഒരു കാലഘട്ടം, അത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ചില സൂചനകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ദാനിയേൽ 10-12 അധ്യായങ്ങളിൽ ദൂതൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വിശുദ്ധ ജനവും നഗരവും ഒക്കെ ചവിട്ടി മെതിക്കപ്പെടും, അത് എത്ര നാളാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്നൊക്കെ പറയുക. അപ്പോൾ ഇത് ഈ ഒരു കാലദൈർഘ്യം അത് സൂചിപ്പിക്കപ്പെടുന്നത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള ചില ആശയങ്ങൾ കടമെടുത്തുകൊണ്ടാണ്. അവിടെ 25-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രായേൽ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവേല ചെയ്യും. 70 വർഷം ദാസ്യവേല ചെയ്യും. ഇനി ഈ ഒരു സമയസൂചന ദാനിയേൽ പ്രവാചകൻ എടുത്തിട്ട് അല്പം അത് വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പം അദ്ദേഹം പറയുന്നു, ഈ ദാസ്യവേല ചെയ്യുന്നത് അത് എത്ര നാളുകളാണ്? 70 ആഴ്ചകളുടെ വർഷം. 70 ആഴ്ചകളുടെ വർഷം. അപ്പോൾ 70 ആഴ്ചകളുടെ വർഷം എന്ന് പറയുമ്പോൾ 70, പിന്നെ അതിനെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ 490 വർഷങ്ങളാണ്. എന്നിട്ട് പറയുന്നു, ഈ കാലഘട്ടത്തിൻ്റെ അവസാന ആഴ്ചയുടെ പകുതി അത് സഹനത്തിൻ്റെ കാലമായിരിക്കും. ആ പകുതി ആഴ്ചയുടെ കാലത്ത് ബലിയും കാഴ്ചകളുമെല്ലാം നിരോധിക്കപ്പെടും. അപ്പോൾ പകുതി ആഴ്ച എന്ന് പറയുമ്പോൾ 7ൻ്റെ പകുതി 3.5, അതായത് 3.5 വർഷം. അത് പല സംഖ്യകളായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. 1150, 1290 ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വെളിപാടിലേക്ക് വരുമ്പോൾ 1260 ദിവസം എന്ന ക്ലിപ്ത ഒരു സംഖ്യ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇത് അക്കാലത്ത് ഇസ്രായേൽ സമൂഹം കടന്നുപോയ ആ സഹനത്തിൻ്റെ നാളുകളുടെ ഒരു സൂചനയാണ്. അന്ത്യോക്യസ് 4-ാമൻ രാജാവ്, ഇസ്രായേലിനെ പീഡിപ്പിച്ച ആ രാജാവ്, അദ്ദേഹം 168 ഡിസംബർ മുതൽ 165 ജൂൺ BC വരെയും ദേവാലയത്തെ അശുദ്ധമാക്കി അവരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാലഘട്ടം ഏകദേശം ഒരു 3.5 വർഷം. അപ്പോൾ ഈ ഒരു 3.5 വർഷത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവിടെ പീഡിപ്പിക്കപ്പെടും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 42 മാസം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ ആ വിവരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സമൂഹം കടന്നുപോയ ആ സഹനങ്ങളുടെ നാളുകൾ പോലെ ഇന്ന് ആരാധന സമൂഹം കടന്നു പോകുന്ന ആ ക്ലേശങ്ങളുടെ കാലഘട്ടത്തെ ആണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഹ്രസ്വ കാലഘട്ടമാണ്, ഒരു നിശ്ചിത കാലഘട്ടമാണ്, എന്നാൽ അത് സഹനത്തിൻ്റെ കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ സഹനത്തിൻ്റെ കാലഘട്ടം
അത് ദൈവജനം അവശ്യം കടന്നു പോകുന്ന അവരുടെ അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വിശുദ്ധ നഗരവും അല്ലെ ആലയവും 42 മാസം ചവിട്ടി മെതിക്കപ്പെടും എന്ന് പറയുമ്പോൾ ആരാധന സമൂഹം കടന്നു പോകുന്ന ആ സഹനങ്ങളുടെ കാലയളവായ 42 മാസം അല്ലെങ്കിൽ 1260 ദിവസം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങളിലെ ആശയങ്ങൾ നമ്മളിവിടെ ഒന്നുകൂടി നമുക്കൊന്ന് പറയാം. ഇവിടെ ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അളക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ പുറമറ്റം ഒഴിച്ചിടുന്നതിനെക്കുറിച്ച് പറയുന്നു. അത് ജനതകൾക്ക് നൽകപ്പെടുന്നു. അത് 42 മാസം അവർ ചവിട്ടി മെതിക്കും. അപ്പോൾ ദൈവജനത്തിന് ദൈവം നൽകുന്ന സംരക്ഷണമാണ് ആരംഭത്തിൽ തന്നെ യോഹന്നാനോട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നു, ദൈവത്തിന് സംരക്ഷണം വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ ഈ സമൂഹം സഹനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി. ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് 2 സാക്ഷികളുടെ വിവരണം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കുറേ കൂടി വ്യക്തമായിട്ട് അടുത്ത ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.